വേദിയിലും സദസ്സിലുള്ള പ്രിയമുള്ളവരെ, ഷാഹിന തുടക്കത്തിൽ ഇന്ന് ഷൈനിയുടെയും 2 പെൺകുഞ്ഞുങ്ങളും കൊല ചെയ്യപ്പെട്ട, ആത്മഹത്യയല്ല ഞാൻ പറയും, കൊല ചെയ്യപ്പെട്ട ദിനമാണെന്ന്. 2025 ഫെബ്രുവരി 28 നേരെ പുലരുമ്പോൾ നമ്മളൊക്കെ കാണുന്നത് ചാനലുകളിൽ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രെയിനിന്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ കുഞ്ഞുങ്ങളുടെ വിവരമാണ്. ശരിക്കും ആ ഒരാഴ്ച എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി. ഞാനിങ്ങനെ പലരോടും ചോദിച്ചു, നമുക്കിത് അന്വേഷിക്കണ്ടേ, ഇതെന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയണ്ടേ. പല കഥകളും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ആ വീട്ടിൽ പോയി ഷൈനിയുടെ അച്ഛനെയും അമ്മയെയും കണ്ടു. ഈ മരണം കൊല ചെയ്യപ്പെടുന്നതിന് 9 മാസം മുൻപ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഷൈനി ഒരു പരാതി കൊടുത്തിരുന്നു. അവർ മൊഴിയെടുത്തു. ആ 9 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം വൈകുന്നേരം ഷൈനിയുടെ വീട്ടിൽ ഷൈനിയുടെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ വന്ന് പറയുന്നു, നിങ്ങളുടെ മകളെ ജീവനോടെ വേണമെങ്കിൽ നിങ്ങൾ വന്ന് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഈ അച്ഛനും അമ്മയും പ്രായമായവരാണ്. അവർ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. അവരുടെ ബാക്കി മക്കളൊക്കെ വിദേശത്താണ്. മക്കളെ വിളിച്ച് ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പോൾ മക്കൾ പറഞ്ഞു, നിങ്ങൾ പോയി കൊണ്ടുവരിക എന്ന്. രാത്രി 12 മണിക്കാണ് ഷൈനിയെ, ഈ 2 പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി അനിയന്റെ വീട്ടിൽ പോയി ആണ് ഷൈനി പിള്ളേർ ഇരുന്ന. അവിടെ പോയി രാത്രി 12 മണിക്ക് ഈ അച്ഛനും അമ്മയും കാറ് പിടിച്ച് അവിടെ പോയി ഷൈനിയും കുട്ടികളെ ഇവിടെ കൊണ്ടുവരുന്നു. ഏറ്റുമാനൂരിലെ വീട്ടിൽ കൊണ്ടുവരുന്നു. പിറ്റേന്ന് രാവിലെ ഏറ്റുമാനൂരിലെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ഡോക്ടർ ഉടൻ തന്നെ പോലീസിൽ ഏറ്റുമാനൂർ സ്റ്റേഷനിലോട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ഗാർഹിക അതിക്രമം, ഒരു കൊലപാതക ശ്രമമാണെന്നുള്ള രീതിയിലാണ് ഡോക്ടറാണ് ഇൻഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവർ പോയി, ഈ അച്ഛൻ, പ്രായമുള്ള അച്ഛൻ, എനിക്ക് തോന്നുന്നു 80 വയസ്സാകാറായ അച്ഛനാണ്. അച്ഛൻ ഈ മോളെയും കൊണ്ട് സ്റ്റേഷനിൽ പോകുന്നു, പരാതി കൊടുക്കുന്നു, മൊഴിയെടുക്കുന്നു. എന്നിട്ട് അത് കരിങ്കുന്നത്താണ് ഭർത്താവിൻ്റെ വീട്. കരിങ്കുന്നത്ത് വെച്ച് സംഭവിച്ചതായിട്ട് കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിലോട്ട് അത് റെഫർ ചെയ്യുന്നു. അവിടെ വീണ്ടും പോയി മൊഴി കൊടുക്കുന്നു. 9 മാസം കഴിഞ്ഞിട്ടും യാതൊരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഷൈനിയുടെ ഭർത്താവ് ഒരു ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. 3 മാസം കൂടുമ്പോൾ നാട്ടിൽ വരും. 2 തവണ നാട്ടിൽ വന്നിട്ടും ഷൈനിയുടെ ഭർത്താവിനെ വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ എട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ കെട്ടിച്ച വീടും സ്വന്തമല്ല, സ്വന്തം വീട്ടിൽ വന്നാൽ സ്വന്തം വീടും തൻ്റെതല്ലാത്ത ഒരവസ്ഥയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. ഷൈനിയും അതായിരുന്നു. ഷൈനി സ്വന്തം വീട്ടിൽ വന്നു. അവിടെ ഷൈനിക്കും മക്കൾക്കും യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ഷൈനിയുടെ കുട്ടികളെന്ന് പറയുന്നത്, ഷൈനി 45 വയസ്സാണ്. ഷൈനിയുടെ മൂത്ത മോൾക്ക് 11 വയസ്സ്, മൂത്ത മോൾക്ക് 11 വയസ്സും രണ്ടാമത്തതിന് 7 വയസ്സുമാണ്. മൂത്ത ഒരു മോനുണ്ട്. മോനെ ഭർത്താവിൻ്റെ വീട്ടുകാരും ചേർന്നുകൊണ്ട് എറണാകുളത്ത് ഡോൺ ബോസ്കോ സ്കൂളിൽ ചേർത്തുകൊണ്ട് അവിടെ ബോർഡിങ്ങിൽ നിർത്തിയാണ് പഠിക്കുന്നത്. ഈ പെൺകുട്ടികളെ കൊണ്ട് ഷൈനി 9 മാസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വീട്ടിൽ ചെലവിന് കൊടുക്കുകയോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയോ ഒന്നും ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ കുട്ടികൾക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. TV കാണണമെങ്കിൽ അപ്പൂപ്പൻ വന്നിരുന്ന് TV ഓൺ ചെയ്താൽ ഈ കുട്ടികൾ താഴെ തറയിലിരുന്നിട്ട് TV കാണണം. അപ്പൂപ്പനും അമ്മമ്മയും കാണുന്നത് മാത്രമേ കുട്ടികൾക്കും കാണാൻ പറ്റത്തുള്ളൂ. കുട്ടികൾക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ പെൺകുട്ടികളാണ്, അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് പറഞ്ഞു അത്തരത്തിലും വളരെ അടിച്ചമർത്തി. ഷൈനിയാണെങ്കിൽ
BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. വിവാഹത്തിന് മുമ്പ് ജോലി ചെയ്തിരുന്നു. ഭർത്ത വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ ജോലിക്ക് വിടത്തില്ല. വീട്ടിലെ സകല ജോലിയും ചെയ്യണം, അതോടൊപ്പം കൃഷി ചെയ്യണം. കൃഷി ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുപോയി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നത്, തലയിൽ ചുമടായിട്ട് കൊണ്ടുപോയി വിൽക്കുന്നതും ഷൈനിയാണ്. അവിടുത്തെ കുടുംബശ്രീയിൽ അംഗമാണ്. കുടുംബശ്രീയിൽ നിന്ന് ഷൈനിയെ കൊണ്ട് ലോൺ എടുപ്പിച്ച്, ഈ ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ഒരു പുരോഹിതനാണ്. ആ പുരോഹിതൻ ആ വീട്ടിൽ വന്ന് താമസിക്കാൻ വേണ്ടി മുകളിൽ ഒരു റൂം പണിയിച്ചു. ഷൈനിയെ കൊണ്ട് ലോൺ എടുത്ത പൈസയാണ്. അപ്പോൾ ഷൈനി കൃഷി ചെയ്ത് കിട്ടുന്ന വരുമാനമാണ് ഈ ലോണ് തിരിച്ചടച്ചുകൊണ്ടിരുന്നത്. ഭർത്താവ് യാതൊരു ചെലവിന് ഒരു പൈസയും ഷൈനിക്ക് കൊടുക്കത്തില്ല. ഷൈനിയുടെ അമ്മാവൻ ക്യാൻസറായിട്ട് കിടക്കുകയാണ്, ഭർത്താവിൻ്റെ അച്ഛൻ. ആ ഭർത്താവിൻ്റെ അച്ഛന് വേണ്ടിയുള്ള എല്ലാ ചികിത്സയും നടത്തേണ്ടതും കുളിപ്പിക്കേണ്ടതും മരുന്ന് കൊടുക്കേണ്ടതും എല്ലാം ഷൈനിയുടെ ഉത്തരവാദിത്വമാണ്. നിന്ന് തിരിയാൻ സമയമില്ലാത്ത രീതിയിൽ ഷൈനി അത്രയും 24 മണിക്കൂറുണ്ടെങ്കിൽ 24 മണിക്കൂറും ഷൈനി വീട്ടിലെ ജോലികളിലും അമ്മാവിയപ്പനെ ശുശ്രൂഷിക്കുന്നതിലുമൊക്കെ ശ്രദ്ധയായിരുന്നു. പക്ഷെ ഷൈനി കുടുംബശ്രീയിൽ പോകുന്നുണ്ടെങ്കിലും കുടുംബശ്രീയിലുള്ള സ്ത്രീകൾ ഷൈനിയുടെ ദയനീയാവസ്ഥ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവരും ഷൈനിയെ ഒന്ന് സഹായിക്കാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ കുടുംബശ്രീയും തയ്യാറായില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ അടിച്ചിട്ടേക്കണമെന്ന് പറഞ്ഞ് ബന്ധുക്കൾ അറിയിച്ച് ഷൈനിയെ വീട്ടിൽ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ് ഷൈനി എല്ലാ ദിവസവും ജോലി അന്വേഷിച്ച് പോകും. 12 വർഷമായിട്ട് ജോലിയൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ, എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ചെല്ലുന്നിടത്തൊക്കെ ജോലി, സഭയുടെ സ്ഥാപനങ്ങളൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ ജോലിക്ക് വേണ്ടി കയറി ഇറങ്ങി മടുത്തു. പിന്നെ ഷൈനി വിചാരിച്ചു ബോംബെയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ശരിയായി. അപ്പം അപ്പനും അമ്മയും പറഞ്ഞു കുട്ടികളെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബോർഡിങ് അന്വേഷിച്ച് നടന്നു, കോൺവെൻറ്റുകളിൽ ഒക്കെ പോയി നോക്കി. എല്ലാവരും ചെറിയ കുട്ടികളായതുകൊണ്ട് ബോർഡിങ്ങിൽ നിർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നു. അന്ന് രാത്രി ഇവർ TV കണ്ടുകൊണ്ടിരുന്നു. TV കണ്ടിട്ട് ഷൈനി അവിടെ ഇരുന്നു. പിള്ളേർ പോയി കിടന്നു. അത് കഴിഞ്ഞ് ഷൈനിയും പോയി കിടന്നു. ഒരു ഫോൺ വന്നു എന്ന് അച്ഛനും അമ്മയും പറയുന്നു. പക്ഷെ ആ ഫോൺ ആരുടെയാണെന്ന് അവർക്കറിയത്തില്ല. സംസാരിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് പിള്ളേരെയും കൊണ്ട് പള്ളിയിൽ, എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ 6 മണിക്കുള്ള പൂജയ്ക്ക് പോകും. അപ്പോൾ രാവിലെ അന്ന് നേരത്തെ എഴുന്നേറ്റ് റെഡിയായി നേരെ പോയത് റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ട്രാക്കിൽ തിരക്കിയാണ്. അവിടെയാണ് ട്രെയിൻ ഇടിച്ച് ചിന്നിച്ചിതറി പോയത്. അപ്പോൾ ഈ അച്ഛനും അമ്മയും ഷൈനി പള്ളിയിൽ പോയിട്ടും തിരിച്ചു വരാത്തത് കൊണ്ട് അന്വേഷിച്ച് പള്ളിയിലോട്ട് പോകാൻ പോയപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ റെയിൽവേ ട്രാക്കിൽ ഒരു അമ്മയും 2 കുട്ടികളും ട്രെയിൻ ഇടിച്ച് ചിതറിക്കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഒരു ഓട്ടോ വിളിച്ച് അവിടെ പോയപ്പോഴത്തേക്കും ബോഡി എടുത്ത് കുട്ടികളുടെ ആയിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഇവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് കണ്ടാണ് ഈ അച്ഛനും അമ്മയും അത് ഷൈനിയും മക്കളുമാണെന്ന് തിരിച്ചറിയുന്ന. ബോഡി മുഴുവൻ ചിതറിപ്പോയിരുന്നു. അപ്പോൾ ഈ സംഭവം ശരിക്കും നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. കാരണം വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹം എന്ന് പറയുമ്പോൾ ഒരു വെറുതെ ഒന്നുമല്ല. ഷൈനിക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലി ഉണ്ടായിരുന്നു. കൂടാതെ അന്നത്തെ കാലത്തുള്ള സ്ത്രീധനം എന്ന് പറയുന്ന ആ സംവിധാനം, സ്ത്രീധന സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന സ്വർണവും പൈസയുമൊക്കെ കൊടുത്താണ് കെട്ടിച്ചയക്കുന്നത്. പക്ഷെ അവസാനം ചെന്ന് കയറിയ ഇടവും ഇടമല്ലാതായി, സ്വന്തം വീട്ടിലും ഇടമില്ലാതായ ഒരു സാഹചര്യത്തിലാണ് ഷൈനി മക്കളുമായിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടുന്നത്. ഇത് ശരിക്കും നമ്മളുടെ നിയമ സംവിധാനം, പോലീസ് സംവിധാനമായിരുന്നാലും നിയമത്തിൻ്റെ ഭാഗം നോക്കിയാലും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ ആരത്തി പറഞ്ഞു നമുക്ക് 2005 സ്ത്രീകളെ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നിയമമാണ് വന്നത്. പക്ഷെ ആ സംരക്ഷണ നിയമം നടപ്പിലാക്കുന്നതിലുണ്ടാകുന്ന കാരണം ഷൈനിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുക്കാമായിരുന്നു, പ്രൊട്ടക്ഷൻ വാങ്ങിക്കാമായിരുന്നു. ഷൈനിയുടെ വീട്ടിലായിരുന്നതുകൊണ്ട് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഷൈനി വിവാഹം കഴിഞ്ഞ് പോയ അന്ന് മുതൽ ഷൈനി വീട്ടിൽ അടിയാണ്. ഈ ഒരു റൂമിൽ നിന്ന് ചവിട്ടി വേറൊരു റൂമിലിടും. അത് അടുത്തുള്ളവരൊക്കെ പറയുന്നുണ്ട് അതൊക്കെ സംഭവിച്ചിരുന്നു എന്നുള്ള പറയുന്നുണ്ട്. പക്ഷെ ആരും ഇത് അന്വേഷിക്കുകയോ പരിഹാരം കാണാനോ ഒന്നും ശ്രമിച്ചില്ല. പല പരാതികളും കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിലും കൊടുത്തിരുന്നു.
പള്ളികളിൽ സഭയ്ക്ക് കൊടുത്തിരുന്നു, സഭക്കാരും ഇടപെട്ടില്ല. അങ്ങനെയാണ് ഷൈനിയും കുട്ടികളും, ഞാൻ പറയുന്നത് അതൊരു കൊലപാതകമാണ്. ശരിക്കും ഗാർഹിക അതിക്രമത്താൽ കൊല ചെയ്യപ്പെട്ടവരാണ് അവർ. അതൊന്ന്. ആ സമയത്ത് തന്നെ നമുക്കറിയാം, ആരതി പറഞ്ഞതുപോലെ ഞങ്ങളിത് ഷൈനിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും അന്വേഷണമൊക്കെ നടത്തുകയും ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ആലോചിക്കുന്ന സമയത്താണ് മാർച്ച് മാസം 13-ാം തീയതി ആലപ്പുഴയിൽ ഒരു പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന പ്രിയ തൻ്റെ 15 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ട് അന്ന് പഞ്ചായത്ത് ഓഫീസിൽ വന്നതാണ്. മോളുമായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പോയി അവരും ട്രെയിനിൻ്റെ മുൻപിൽ ചാടി മരിക്കുന്നു. അത് നമ്മൾ അന്വേഷിക്കുമ്പോഴും ഭർത്താവ് ഈ പ്രിയയോട് ജോലി രാജിവെച്ചിട്ട് മോളുമായിട്ട് ആസ്ട്രേലിയയിലാണ് ഭർത്താവ്, അവിടെ ചെല്ലണമെന്ന് പറയുന്നു. പക്ഷേ പ്രിയയ്ക്ക് ജോലി രാജിവെച്ച് പോകാൻ താല്പര്യമില്ലായിരുന്നു. കാരണം ഭർത്താവിന് വേറെ അവിഹിത ബന്ധം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ജോലിയും പോയാൽ പിന്നെ ജീവിക്കാനായിട്ട് തിരിച്ചു വന്നാൽ മാർഗമില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി. ഒരു സഹോദരനുണ്ടായിരുന്നതും മരിച്ചു. അപ്പോൾ വേറെ ആരുമില്ല എന്ന്, ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഞാനും എൻ്റെ മോളും വളരെ മാനസിക സംഘർഷം സഹിക്കാൻ വയ്യാതെയാണ്. മോളെ ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മോളുമായിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. ഈ 2 സംഭവം കഴിയുമ്പോഴാണ് അടുത്ത ഏപ്രിൽ 15-ാം തീയതി ജിസ്മോള് പുഴയിൽ ചാടി 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് മരിക്കുന്നത്. അതേ ദിവസം തന്നെ കരുനാഗപ്പള്ളിയിൽ താര, അത് MSc നേഴ്സിംഗ് ആണ്. ജിസ്മോള് LLB, LLM, PhDക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലീഡിങ് ലോയറാണ് ജിസ്മോള്. താര MSc നേഴ്സിംഗ് കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ട് കല്യാണം കഴിക്കുന്ന. ഭർത്താവ് ഗൾഫിലാണ്, അവിടെ പോകാൻ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ്. താരയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്ന, അമ്മ നേരത്തെ താരയ്ക്ക് 3 വയസ്സുള്ളപ്പോഴേ താരയെ അച്ഛൻ്റെ അടുത്താക്കിയിട്ട് ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അച്ഛനാണ് മോളെ പഠിപ്പിക്കുന്നതൊക്കെ. അച്ഛനൊരു ആശാരിയാണ്. വളരെ കഷ്ടപ്പെട്ട് ആ മോളെ MSc വരെ പഠിപ്പിച്ച്, നേഴ്സിംഗ് പഠിപ്പിച്ച് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണാലോചന വരുന്ന. അവരുടെ സ്വന്തം വീട് സ്ഥലവും വിറ്റ് 50 ലക്ഷം രൂപയും 50 പവനും 10 ലക്ഷം രൂപയും കൊടുത്താണ് അന്ന് ഈ താരയെ വിവാഹം കഴിച്ചയക്കുന്നത്. താര അവിടെ ചെന്ന് പിറ്റേ ദിവസം മുതൽ സ്വർണം ഊരിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ താര അമ്മാവന്മാരോട് പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ സ്വർണ്ണമൊക്കെ വീട്ടുകാരെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ വന്നിട്ട് കുറച്ച് 10 പവൻ്റെ സ്വർണം അന്ന് 30 പവൻ വിറ്റു. 30 വിറ്റ് താരയുടെ പേരിൽ 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. താരയുടെ മാത്രം പേരിൽ 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നമാണ് ഇത്. താരയുടെ പേരിലുള്ള സ്ഥലം ഭർത്താവിൻ്റെ പേരിലും കൂടെ എഴുതണം എന്ന് പറഞ്ഞ് താരയെ ഗൾഫിലോട്ട് കൊണ്ടുപോയി അവിടെ പോയി ജോലി ചെയ്തിട്ടും പൈസ മുഴുവൻ വാങ്ങിക്കുന്ന ഭർത്താവ് വാങ്ങിച്ച് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കും. താരയ്ക്ക് ഒരു 5 പൈസ ഇല്ലായിരുന്നു. അവസാനം താര 2ാമത് ഗർഭിണിയായപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് ടിക്കറ്റ് അങ്ങോട്ട് അയച്ചു കൊടുത്താണ്, പൈസ അയച്ചു കൊടുത്ത് ടിക്കറ്റ് എടുത്താണ് താര നാട്ടിൽ വന്ന് താരയുടെ 2ാമത്തെ പ്രസവമൊക്കെ കഴിഞ്ഞ് ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോഴാണ് താരയ്ക്ക് ഭർത്താവിൻ്റെ പേരിലാണ് അവിടുത്തെ വീട്, ഭർത്താവിൻ്റെ കുടുംബ വീട് ഭർത്താവിൻ്റെ പേരിലാണ്. താര ചെന്നിട്ട്, ഭർത്താവിൻ്റെ അച്ഛൻ സുഖമില്ലാതിരുന്ന് മരിച്ചു. താര ചെന്നിട്ട് പറഞ്ഞു, ഇനി നാളെ എൻ്റെ ചേട്ടൻ വരുന്നുണ്ട്, നിങ്ങൾ വീട് ഒഴിഞ്ഞു തരണം, അമ്മ ഇവിടെ താമസിക്കട്ടെ, ഞങ്ങളും വന്ന് താമസിക്കാൻ, ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട്. പക്ഷെ അതിൻ്റെ പേരിൽ അവിടെ പ്രശ്നമുണ്ടായി. താരയെ അവരെല്ലാവരും കൂടെ അടിച്ചു. താര അവിടെ ആത്മഹത്യ, കിണറ്റിൽ ചാടുമെന്ന് പറഞ്ഞപ്പോൾ പോലീസിനെ വിളിച്ച് പോലീസ് വന്നാണ് താരയെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. ആക്കിയിട്ട് പറഞ്ഞു, നമുക്ക് ഇത് കുടുംബ വസ്തു തർക്കമല്ലേ, നമുക്കിത് പരിഹരിക്കാം, ഭർത്താവും കൂടെ വന്നു കഴിയട്ടെ എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു, താരയുടെ അച്ഛൻ ചായ കുടിക്കാനായിട്ട് പോയ സമയത്ത് താരയ്ക്ക് എന്താ അച്ഛന് സംഭവിച്ചതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് താര മക്കളുമായിട്ട് മുറിയടച്ചിട്ട് പുറത്ത് മണ്ണെണ്ണ ഒഴിച്ച്, മണ്ണെണ്ണയാണോ പെട്രോളാണെന്ന് പോലും പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല, ആത്മഹത്യ ചെയ്യുന്നു. മുഴുവൻ കത്തി അമർന്നു പോകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ 4 സംഭവങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എന്തുകൊണ്ട് ഇത് കേരളത്തിൽ ഇവിടെ ഒരു നിയമമുണ്ട്, ആ നിയമം നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്, ഞങ്ങൾ
ഞാനും ആരതിയുമൊക്കെ കൂടി ഇവിടെ പോയി. എവിടെയാ? ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറയുന്നു ജാനുവരി മുതൽ 2025 ജാനുവരി മുതൽ മാർച്ച് വരെ അവിടെ ഒരു 500 പരാതികൾ കിട്ടിയിട്ടുണ്ട്. അതിൽ 400 സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളാണ് വന്നിരിക്കുന്ന പരാതികൾ. അപ്പം ഞങ്ങൾ ചോദിച്ചു ഈ പരാതി എന്ത് ചെയ്യും? അത് ഞങ്ങൾ 2 കൂട്ടരെയും വിളിക്കും, സംസാരിക്കും, സെറ്റിൽ ചെയ്ത് വിടും. ഈ സെറ്റിൽ ചെയ്ത് വിടുന്നതാണ് വീണ്ടും അതിക്രമം കൂടുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് പോലീസ് ആരാണിത്? അതിനുശേഷം ഞങ്ങൾ നോക്കുമ്പോൾ 2025 ഡിസംബർ വരെ ഏകദേശം 20 സ്ത്രീകൾ ആത്മഹത്യ ചെയ്ത്, കുട്ടികളുമായിട്ട്. അതിൽ പലരും കുട്ടികളുമായിട്ടാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ നടക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയുമില്ല. ഈ കുടുംബമെന്ന് പറയുന്നത് ഒരു സ്വകാര്യ ഇടമായിട്ടാണ് കാണുന്നത്. കുടുംബമെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ മുഖ്യമായിട്ടും നമ്മളൊക്കെ കണ്ണു തുറന്ന് കാണേണ്ടതാണ്. കുടുംബമെന്ന് പറയുന്നത് എന്താണ്? കുടുംബത്തിനുള്ളിൽ 2 പേര് ജീവിത പങ്കാളികളായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നതാണ്. അവിടെ കുട്ടികളുണ്ടാകുന്നു, കുട്ടികളെ വളർത്തുന്നു. പക്ഷേ അവിടെ കുടുംബത്തിനുള്ളിൽ ഒരു ജനാധിപത്യമില്ല. കുടുംബത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും ഭർത്താവിൻ്റെ അടിമയായി ജീവിക്കേണ്ടി വരുന്നു. കാരണം ഭർത്താവാണ് അവിടെ തീരുമാനം എടുക്കുന്നത്. ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ആ പെൺകുട്ടി അവിടെ ജീവിക്കേണ്ടി വരുന്നു. അവൾക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിലും ജോലിയുണ്ടെങ്കിലും ജിസ്മോളുടെ നിറമില്ലാത്തതിൻ്റെ പേരിലാണ് ജിസ്മോളെ ഇത്രയും അപമാനിച്ചത് മുഴുവൻ. നിറമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഷൈനിക്ക് നല്ല നിറമായിരുന്നു. പക്ഷേ എന്നിട്ടും ഷൈനി നിരന്തരം ആക്രമിക്കപ്പെട്ടു. താരയ്ക്കും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല, പ്രിയയും അത് തന്നെ. നമ്മളിങ്ങനെ ഈ നിരന്തരം ഈ 20 പേരെ 2025 ആത്മഹത്യ ചെയ്ത്, കുട്ടികളുമായിട്ട് ആത്മഹത്യ ചെയ്ത ഈ 20 പേരുടെയും എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവർ, എല്ലാവരും എന്തെങ്കിലും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവർ ഒക്കെയാണ്. പക്ഷേ എന്താണ് നമ്മളുടെ കുടുംബത്തിനുള്ളിൽ സംഭവിക്കുന്നത്? ഇത് ആരും ചർച്ച ചെയ്യുന്നില്ല. നമുക്കറിയാം, അടുത്ത കാലത്ത് ബസ്സിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ, അത് വീഡിയോ എടുത്തതിൻ്റെ പേരിൽ ഉണ്ടായ കോലാഹലങ്ങൾ ഇവിടെ മുഴുവൻ എന്ത് ചർച്ചയാണ് നടന്നത്? സോഷ്യൽ മീഡിയയിലും ഒക്കെ. ആ യുവതിയെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യം കൊടുക്കുന്നില്ല, അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. ഈ അടുത്ത സമയത്താണ് ജാമ്യം കിട്ടിയത്. ഈ കേസുകളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷൈനിയുടെ കേസിൽ ഷൈനിയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ ഒരു പ്രധാന കഥാപാത്രമാണ്. ഷൈനിയുടെ ഭർത്താവ് നാട്ടിലില്ലാത്തപ്പോൾ ഭർത്താവിൻ്റെ ചേട്ടൻ വീട്ടിൽ വന്നിട്ട് ഷൈനിയോട് പറയും, കുട്ടികൾ ഇറങ്ങിയിട്ട് നിങ്ങൾ എൻ്റെ മുറിയിലോട്ട് ഷൈനിയെ കയറി ചെല്ലാൻ പറയും. ഷൈനി അതിന് തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷൈനിയുടെ ഭർത്താവിൻ്റെ ചേട്ടനും അതൊക്കെ ഷൈനി പരാതി കൊടുത്തിയാണ് പോലീസ് സ്റ്റേഷനിൽ. ഈ കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ ആ പരാതികളൊക്കെ ഉണ്ട്, ചേട്ടൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൻ്റെയൊക്കെ. പക്ഷേ ഇന്ന് വരെ ഷൈനിയുടെ കേസിൽ ഷൈനിയുടെ ഭർത്താവിനെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു. ഷൈനിയുടെ ചേട്ടനെ ഇന്ന് വരെ പ്രതിയാക്കുകയോ, അയാൾ ഇപ്പം ജർമ്മനിയിലാണ്, അയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അയാൾ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ചേട്ടനെന്ന് പറയുന്ന പുരോഹിതനെയും കേസിൽ പ്രതിയാക്കാൻ വേണ്ടി നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് നമ്മൾ പുറകെ പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്തരം കേസുകളിൽ നമ്മൾ എന്ത് നിലപാടാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. സമൂഹത്തിന് ഞാനൊരു ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുൻപിൽ ഇടുകയാണ്. ഈ ഗാർഹിക അതിക്രമത്തിൽ കൊല്ലപ്പെടുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളുമായിട്ടാണ്. പണ്ടൊക്കെ സ്ത്രീകൾ ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യും, പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ പെൺകുട്ടികളെയും കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആൺകുട്ടികളുമായിട്ട് ആത്മഹത്യ ചെയ്ത കുറച്ച് കേസുകളേ ഉള്ളൂ, ബാക്കിയൊക്കെ പെൺകുട്ടികളാണ്. പെൺകുട്ടികളെ ഇട്ടിട്ട് പോകാൻ ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളുടെ മക്കളും അനുഭവിക്കരുത് എന്നുള്ളതാണ്. ഷൈനിയുടെ മോനെ വളരെ കാര്യമായിട്ട് ഷൈനിക്കെതിരെ മോനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു. ഷൈനി മോനെ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുപ്പിച്ചു. ബോഡി അടക്കുന്നതിന് സ്വന്തം ഇടവകയിൽ അടക്കാതിരിക്കാൻ വേണ്ടി അവർ മോനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു. അവസാനം 2 ഇടവകയിലെയും അച്ഛന്മാർ തമ്മിൽ ധാരണയുണ്ടാക്കി
ബോഡി വിട്ടുകൊടുക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഭർത്താവിനെ വിവാഹമോചനം ചെയ്യാത്തത് കൊണ്ട് ഭർത്താവിനാണ് ഭാര്യയുടെ മേല് കുട്ടികളുടെ മേലുള്ള അവകാശമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ നാട്ടിൽ നടക്കുന്നത്. മരിച്ചു കഴിഞ്ഞിട്ട് പോലും ഷൈനിക്കും കുട്ടികൾക്കും പിന്നെ അടുത്ത ഇതിലോട്ട് പോകാൻ സാധിക്കാത്ത, അത് ബോഡി വെച്ചുകൊണ്ട് വിലപേശൽ നടത്തേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അപ്പം ഇത് കേരളത്തിലൊരു അവസ്ഥ ഇതാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഒരു അന്തിച്ചർച്ചയും നടക്കുന്നില്ല ഓരോ ചാനലുകളിലും. ബാക്കിയൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ മുൻകൂട്ടത്തിൻ്റെ ആയിരുന്നാലും ഇപ്പം പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ കള്ളക്കേസ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട്, പുരുഷന്മാർക്ക് അനുകൂലമായ നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ ഇവിടെ ഘോരം പ്രസംഗിക്കുകയും പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു സ്ത്രീകളുടെ മാത്രം ഇത് പ്രശ്നമല്ല, ഇതൊരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ സാമൂഹ്യ സംഘടനകളുടെ വേദികളിലൊക്കെ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് ഒരാവശ്യമാണ്. ഇത് സ്ത്രീകൾ മാത്രം ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നതല്ല ആവശ്യം. ഇതൊരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം, രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോൾ എന്തൊക്കെ ബോധവൽക്കരണ പരിപാടികളാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ട്രേഡ് യൂണിയനുകൾ ചെയ്യുന്ന, സാംസ്കാരിക സംഘടനകൾ ചെയ്യുന്ന. അപ്പോൾ ഇതൊരു സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറയുന്നത് സ്ത്രീ പ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇതൊരു സാമൂഹ്യ പ്രശ്നമായി കണ്ടുകൊണ്ട് ഇത് അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.